അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. എല്ലാവരും നോമ്പിനുള്ള ഓരോ കാര്യങ്ങളും ഒരിക്കലും കഴുകലും പിടിക്കലും അങ്ങനെയൊക്കെ തിരക്കായിരിക്കും അല്ലേ. പെട്ടെന്ന് ലൈറ്ററിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ലൈറ്റർ മേടിച്ചിട്ട് വേണം. അതുകൊണ്ടാണ് തീപ്പെട്ടി എടുത്ത് നമ്മൾ സ്റ്റൗവൊക്കെ കത്തിച്ചത്. ഇനി ചായ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. നമ്മളോട് വലിയൊരു ക്വസ്റ്റ്യൻ എന്താണെന്നറിയോ? അതായത് വീട്ടിലുണ്ടാക്കുന്ന അതായത് ഗീയും ബട്ടറും ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാണോ കൂടുതൽ വേണ്ടേ, അതിന് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫാമിൻ്റെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. അവൾക്ക് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളതിനെ ഗീ ആക്കി നമ്മൾ പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അയക്കുന്നത്, മനസ്സിലായോ? ആ രീതിയിലാണ്. കുഞ്ഞു കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും വെറും വയറ്റിൽ കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ ഈ ഒരു സംഭവം. ഫാമില്ലാണ്ട് നമുക്കിത് നടക്കില്ല, അത്രയും ബൾക്ക് ഓർഡർ എടുക്കൽ നടക്കില്ല. ഇവർ ചോദിച്ചത് വളരെ ജെന്യൂനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്നോട് കുറേ പേര് അങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. ജിനി, നിനക്ക് പശു ഉണ്ടോ, ഫാമുണ്ടോ, കളർപ്പുണ്ടോ നിങ്ങളുടെ നെയ്യിൽ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇല്ല, വളരെ പ്യുവർ ആയിട്ടുള്ള നെയ്യാണ്. ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുക, ധൈര്യത്തോടെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊരു ടൊമാറ്റോ ചട്നിയാണ് രാവിലെ ഉണ്ടാക്കുന്നത്. ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് വേണം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി 2 ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്നാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ദോശമാവിൽ ഉപ്പും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇട്ട് സെറ്റ് ആവണം. അപ്പോൾ ദോശമാവ് ഞാൻ ഇവിടെ തലേദിവസം ആട്ടി വെച്ചതാണ്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എണീച്ച ശേഷമാണ് ഉപ്പിട്ടത് കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് അങ്ങ് പൊങ്ങി പൊടിച്ചു പോകുള്ളൂ. പിന്നെ ഇതാ ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു. ഒരു 4 കപ്പ് പച്ചരിയിലോട്ട് ഒരു ഏകദേശം 1.25 കപ്പ് ഉഴുന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ തന്നെ നമുക്ക് ഇത്രയും പൊങ്ങി വരത്തുള്ളൂ. നമുക്ക് സോഡയും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇച്ചിരി ഉലുവയൊക്കെ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഒരു 6 മണിക്കൂർ നേരം നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക. പിന്നെ മിക്സിയുടെ ജാറിൽ അരയ്ക്കുമ്പോൾ ഞാൻ ഒരു ജാറിന് ഒരു കയ്യിൽ ചോറ് എന്ന രീതിയിലാണ് ഞാൻ ഇടാറുള്ളത് കേട്ടോ. ചോറും യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ദോശ ബാറ്റർ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പം നല്ല ഗീ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഈ ഒരു സെയിം ഗീ റോസ്റ്റ് ആണ് നിങ്ങൾക്ക് അവിടെ എത്തുന്നത്. പക്ഷെ നമ്മൾ പ്രോഡക്റ്റ് കാര്യങ്ങൾ ഫാമിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അതായത് ഇതുപോലത്തെ ബട്ടറും കാര്യങ്ങളും എല്ലാം എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പാലിൻ്റെ ആവശ്യമുണ്ട്. അതും ഫ്രഷ് പാലിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് അയച്ച സാധനങ്ങൾ ഇന്ന് എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് നാളെ അയക്കുന്ന രീതിയിലാണ് നമ്മൾ അയച്ചിട്ടുള്ളത് കേട്ടോ. 2-3 പേർക്ക് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടി, യൂസ് ചെയ്ത് നല്ല റിവ്യൂസാണ് വന്നേക്കുന്നത്. അതുപോലെ നമ്മൾ സ്റ്റോറിയും സ്റ്റാറ്റസും എല്ലാം ഇടാറുണ്ട് നമുക്ക് വന്ന റിവ്യൂ. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണ്, അതായത് വാട്സപ്പുള്ള ഫോണും ഞാൻ വീഡിയോസ് എടുക്കുന്ന ഫോണും തമ്മിൽ വേറെ വേറെ ഫോണായതുകൊണ്ട് എനിക്കത് ഷെയർ ചെയ്യാൻ ചില സമയത്ത് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴോ ഓർമ്മ വരിക, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലം കാരണമാണ് കേട്ടോ. അങ്ങനെ ഇതുപോലെ നെയ്യ് ഉരുക്കിയിട്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത് കേട്ടോ. നമ്മുടെ ഇത്രയും ദിവസം നമ്മൾ അയച്ചു കൊടുത്ത എല്ലാവർക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഫാമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങോട്ട് പോകുമ്പോൾ. പിന്നെന്താണ് വിശേഷങ്ങൾ നിങ്ങൾ പറയുക. പിന്നെന്താ, എനിക്ക് വന്ന ചിക്കൻ റെസിപ്പി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോറി, ഓർമ്മയില്ലാണ്ട് വീണ്ടും കാണിച്ചു. പിന്നെ ജിനി മുറ്റടിക്കണം കണ്ടപ്പോൾ മുറ്റടിക്കാനുള്ള മടി മാറി എന്ന് പറഞ്ഞു. ഭയങ്കര മോട്ടിവേഷനായിരുന്നു അത്രേ. കമൻറ്റ് നോക്കുമല്ലോ ചോദിച്ചിട്ടുണ്ട്. കമൻറ്റ് നോക്കാണ്ട് പിന്നെ അതേപോലെ തന്നെ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത് കേട്ടോ. നമ്മളെ ഇൻസ്റ്റാ പേജിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ 2 കുട്ടികളുടെ പേര് പറഞ്ഞിട്ടേ ഒരു ഹായ് പറയുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്താ കുട്ടികളുടെ പേര്, എൻ്റെ ഭയങ്കര ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയതാണ്. അതിഥി, അൻവി കേട്ടോ. ഓക്കെ മുത്തുമണീസ്, 2 പേർക്ക് ഹായ് ഉണ്ട്. എനിക്ക് 2 ദിവസത്തെ വ്ളോഗിൽ എനിക്ക് പറയേണ്ടായപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എന്തായാലും ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വ്ളോഗ് ഇനി അവർ കാണുമെന്ന് എനിക്കറിയില്ല. ഇനി അവർ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഓർമ്മയോടെ ഹായ് പറയുന്നത്.
അങ്ങനെ നമ്മൾ തട്ടിൽ കുട്ടി ദോശ ഞാൻ കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ ചമ്മന്തിയൊക്കെ റെഡിയായി അരച്ചു. വർത്താനത്തിൻ്റെ ഇടയിൽ അതൊക്കെ റെഡിയായത് പറയാൻ ഞാൻ മറന്നുപോയി. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തിട്ട് പിള്ളേർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ പോയ ശേഷം എനിക്ക് കുറേ പണികൾ ബാക്കിയുണ്ടായിരുന്നു. ഇനി അതെല്ലാം ചെയ്തെടുക്കണം. ഫസ്റ്റത്തെ കാര്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ നമ്മുടെ ഓർഡേഴ്സ് കുറേ വന്നിട്ടുണ്ട്, അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ അവർ പോയിട്ട് ഞാൻ വേഗം ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ബിയിൽ തന്നെ 2 കസ്റ്റമേഴ്സ് ഗീ യൂസ് ചെയ്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ എഫ് ബിയിൽ എന്താ വീഡിയോസ് കുറവ് എന്ന് പറയുന്നുണ്ട്. എഫ് ബിയിൽ പൊതുവേ ഞാൻ നല്ല വീഡിയോ ഇടുന്ന ആളാണ്. ഈയിടെയായിട്ട് കുറവായത് നമ്മൾ ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വരണം കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് കമ്മിയായത്. നമ്മളതൊക്കെ ശ്രദ്ധിക്കും. പിന്നെ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങളിൽ ഓരോന്നാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഇത് ചെറിയൊരു സംഭവമായിട്ടൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. ഗീ അല്ലേ, ഗീ സെയിലല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മൾ ഓരോന്നും എല്ലാം സെറ്റാക്കി അത് അവർക്ക് അയച്ചു കൊടുത്ത് അവരത് ഇഷ്ടപ്പെട്ട് നമ്മളോട് പറയുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതായിരിക്കും കേട്ടോ. അത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അതിനെക്കുറിച്ച് അറിയാം. എൻ്റെ കുറേ വർഷത്തെ ഒരാഗ്രഹങ്ങളിൽ ഓരോന്നാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. അതായത് എനിക്ക് ഒരു സംഭവം ചെയ്യണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാനിങ്ങനെ പല പല സംഭവങ്ങളിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല. ഈ 2 കാര്യങ്ങൾ ഞാൻ, അതായത് നമ്മുടെ കഹാനി ഇതും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പറ്റുക. പിന്നെ ഗ്യാസ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വുഡാണല്ലോ, വുഡല്ല കേട്ടോ, അത് വാൾപേപ്പറാണ്. ഞാൻ ഒട്ടിച്ച തന്നെയാണ്. നല്ല നീറ്റായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. കുറച്ച് സമയം എടുത്തു അത് ഒട്ടിക്കാൻ, എന്നാലും ഞാൻ അതിനെ ഒട്ടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഒന്ന് പുറത്തു പോകണമായിരുന്നു. അപ്പോൾ അവർ പോയ ശേഷം ഞാനിതാ കുറച്ച് നേരം നമ്മുടെ ഓർഡറും കാര്യങ്ങളും എടുത്തു. ചില ആൾക്കാർ നമുക്ക് കോൾ ചെയ്യുന്നുണ്ട്. എല്ലാ കോൾസൊന്നും എനിക്ക് എടുക്കാൻ പറ്റാറില്ല, മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ കോൾ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. പിന്നെ കൗണ്ടർ ടോപ്പിൽ ഒട്ടിച്ച സാധനം പറിച്ചെടുക്കുമ്പോൾ കഷ്ണമായിട്ട് പോകുന്നുണ്ട്. അവിടെ ഇനി എന്താ ചെയ്യാന്ന്, അവിടെ ഒന്നും ചെയ്യാനില്ല. ഇതാണ് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ചുമര് അല്ലെങ്കിൽ ഇത് ഒരു വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആണെങ്കിൽ മാത്രമേ ഈ വാൾപേപ്പർ ഒട്ടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പുതിയ വീട്ടിൽ നല്ല ചുമരിലൊന്നും കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒട്ടിക്കരുത് കേട്ടോ. ആ ചുമരങ്ങ് കേടുവന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ നല്ലൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് ഒട്ടിച്ച് പോകുന്നത്. അതും പെയിൻ്റ് അടിച്ച് ഉടനെയൊന്നും ഞാൻ ഒട്ടിക്കാറില്ല. കുറേ യൂസ് ചെയ്തിട്ട് പെയിൻറ് മോശമായി തുടങ്ങിയാൽ മാത്രം ഒട്ടിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറഞ്ഞത്, നല്ല ഭാഗത്ത് ഒട്ടിക്കരുത്. അത് അത്രയും മോശമായ ഭാഗത്ത് ഒട്ടിച്ചിട്ട് നമ്മളത് കേട് വന്നാൽ പറിച്ചെടുക്കുക, എന്നിട്ട് വീണ്ടും പുതിയത് ഒട്ടിക്കുക. അല്ലാണ്ട് പറിച്ചെടുത്തിട്ട് ആ ഒരു മാതിരി പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ, കാണാൻ ആകെ വൃത്തികേടായി പോവും. ഞാനിപ്പോൾ എൻ്റെ പഴയ വാൾപേപ്പർ കേട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ പുതിയ ഒരെണ്ണം മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിലൂടെ തന്നെ ഒട്ടിച്ചതാണ്. അഥവാ അങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് മുകളിലൂടെ ഒട്ടിക്കേണ്ടതാണ്. പിന്നെ ഇതിന് കുറച്ച് ക്ഷമയും വേണം കേട്ടോ, അല്ലാണ്ടിരുന്നാൽ നടക്കൂല. പിന്നെ അവരൊക്കെ പോയി ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കുറേ പണികളൊക്കെ ചെയ്ത് അവിടെ ഇരുന്നു. ചുമ്മാ അങ്ങനെ ഇരിക്കും ചെയ്തു. എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അതും കൂടെ ആയപ്പം ഒരു ഉഷാറുണ്ടായിരുന്നില്ല മൊത്തത്തിൽ കേട്ടോ. പിന്നെ ഞാൻ കുളി കഴിഞ്ഞ് വന്ന ശേഷമാണ് ലഞ്ചൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ. കാരണം കറിയൊന്നും വെക്കണ്ടായിരുന്നു. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കി. കറി ഞാൻ ഇന്നലെ മുരിങ്ങക്കായും പരിപ്പും കറി വെച്ചത് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളിയും മുളകും പുളിയും കൂടി ഇട്ടിട്ടുള്ള ചമ്മന്തി, ഓംലേറ്റും ഉണ്ടാക്കി, ബുൾസയും ഉണ്ടാക്കി. കാരണം എനിക്ക് ഉപ്പാക്കും മക്കൾക്കും ബുൾസയെ ഇഷ്ടം, എനിക്കും റിഹാനിക്കും ഓംലേറ്റ് ആയിട്ട് ഇഷ്ടം. ഞങ്ങൾക്ക് ഈ യെല്ലോ കറി ഇങ്ങനെ പുഴുങ്ങിയതിൽ മാത്രമേ ഞാൻ യെല്ലോ കറി കഴിക്കുള്ളൂ, അല്ലാണ്ടിരുന്ന് എനിക്ക് എന്തോ പോലെയാണ്. അങ്ങനെ ഓംലേറ്റ് ഒക്കെ അടിച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അതെല്ലാം റെഡിയാക്കി ഇന്നത്തെ ലഞ്ചൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ട് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയേക്കുവാണ്.
നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ ഗീ ഒരു പ്രാവശ്യമെങ്കിലും യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ എന്തായാലും ഓർഡർ ചെയ്യും. കാരണം നമുക്ക് അത്രയും നല്ല റിവ്യൂസ് ആണ് വരുന്നത് കേട്ടോ. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂസ് ആണ് എല്ലാതും വരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ നിന്ന് വരുമ്പോൾ അത് അടിപൊളിയല്ലേ. അപ്പോൾ ഇതാ എല്ലാം സെർവ് ചെയ്ത് ഞാനിരുന്ന് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.